പറഞ്ഞോ പറഞ്ഞോ. പേരറിയാതെ ഓഹോ നല്ല അഗസ്ത്യ ആ അഗസ്ത്യാണ്. അഗസ്ത്യ പറയണോ പെട്ടെന്ന് മനസ്സിലായില്ല. ഇതെന്താ വേറെ കോലത്തിൽ നിന്ന്? ഇല്ലില്ല, ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ പോകാതെ ഒരു ക്ലബിൽ ചേർത്തു. ആ വന്ന എല്ലാരും വന്ന ഒരു സെക്കൻഡ് എടാ എല്ലാരും ഇങ്ങോട്ടോ. എല്ലാരും ഇവിടെ എല്ലാരും ടി വി മൊത്തം ഇവിടെ. നമ്മളെ അഞ്ചു മലയാളം താങ്കി ഉണ്ടെങ്കിൽ നമുക്കും വേണ്ട. ഇവിടെ ഇവിടെ എല്ലാരും എല്ലാരും രായ ഇവിടെ ഉണ്ടോ? എല്ലാരും വന്ന് നിക്കാൻ പറഞ്ഞു. ഒന്ന് ഒരു ഇതായിട്ടേക്ക് രണ്ട് ബോഡി ആയിട്ട് ഇതാരാ ഇവിടെ ഇതാര് ചത്തതാര്? എന്താ ആള് എങ്ങനെയാടാ ഈ സമയത്ത് ചാവുന്ന? കറക്റ്റ് പെട്ടെന്ന് ഞാൻ ഇതിന്റെ പിറകിൽ രായനാണോന്നൊരു എനിക്ക് സംശയമുണ്ട്. ഇതാ അപ്പാപ്പൻ എന്തായിരുന്നിട്ട്? അപ്പാപ്പൻ കൊറേ നാളായല്ലോ പാപ്പ കണ്ടിട്ട്. അപ്പാപ്പൻ ഫ്രീ ആണോ? എല്ലാരും ഉണ്ടല്ലോ, ഞാൻ ഫ്രീ. ഒരു പരിപാടി ഉണ്ട്, വരുന്നോ? എടാ രായ എല്ലാരും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വിളിച്ചു നിർത്തറ, ഒരുമിച്ച് നിർത്തറ. എന്താ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നല്ല രീതിയിൽ പോകത്തില്ല. വാക്കുകളൊക്കെ നമുക്ക് മാറ്റി പറയേണ്ടി വരും. പറഞ്ഞിട്ട് അവിടെ പോയി തട്ടിപ്പനൊക്കെ പോയല്ലോട്ടെ. ഇല്ല ഞാൻ പറയാതെ ഒരുത്തരം ടോക്കെടുക്കില്ല. ഞങ്ങള് നിങ്ങൾ അടിച്ചിട്ടുണ്ടോ ചോദിച്ചത്? അടിച്ചൊക്കെ വേറെ പോകും. നിങ്ങൾ കൈവെക്കാൻ പറഞ്ഞ രായനെ ഇപ്പുറത്തോട്ട് ഞാൻ മാറ്റി നിർത്തി വിളിക്കാം. കൈവെക്കി കിട്ടാ മറ്റേ മാസ്ക് കണ്ടേ? ഇത് ഞങ്ങള് ചെയ്ത് കഴിഞ്ഞാ മനസ്സിലാവുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല അപ്പാപ്പനുണ്ട് വേറെ കേവീരത്തിന് ഒരാളെ വിളിച്ചിട്ട് ഇതാക്ക്. തങ്ങോട്ട് തല്ലുണ്ടാക്കണം. അതൊക്കെ അടിയായി കഴിഞ്ഞാൽ വേറെ വലിയ പ്രശ്നമാവും. ചില്ലറയൊന്നും ആയിരിക്കൂല. അത് മനസ്സിലായി. അത് ഒറിജിനാലിറ്റി കൂടിയിട്ട് അവസാനം വല്ലാത്ത ഒറിജിനാലിറ്റി ആവും. അഭിനയിച്ച് തള്ളല്ലേ അത് അഭിനയം. അതിൽ അഭിനയിക്കുന്നവർ ആരാണോ അർത്ഥത്തിന് ആരാണെന്നൊക്കെ അറിയാൻ പറ്റൂല. അതാണ് കുഴപ്പം. നമ്മളൊരു 3-4 പേരൊക്കെ ഇവിടെ അഭിനയിക്കാം. യഥാർത്ഥത്തിനൊക്കെ ഒരു ബാക്കിയുള്ളൊരു 10 പേര് യഥാർത്ഥത്തിനാവും ജീവിക്കും. ഒന്നും വേണ്ട, മര്യാദക്ക് പോകാതെ ജീവിക്കാൻ ഭയങ്കര ഭയങ്കര പ്രശ്നമാണ്, മൊത്തം പ്രശ്നമാണ്. തിരക്കേ പോയി അതല്ല അവിടെ പോയിട്ട് രാജനെ ഫയർ ചെയ്യും, കുറെ ഫയർ ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫയർ ചെയ്യും. എല്ലാവരും വലിച്ചിട്ടോ എന്നിട്ട് രാജനെ നല്ലപോലെ ഫയർ ചെയ്യും. മനസ്സിലായോ? അപ്പോഴത്തേക്ക് പാവം ഒന്ന് വിഷമിക്കും. എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം. അപ്പം പക്ഷേ ഇവരെ മാസ്ക് ഇടിപ്പിക്കുന്നത് എങ്ങനെ ഇടിപ്പിക്കുന്നതിന് ആലോചിക്കുന്നത്. മാസ്ക് ഉണ്ടോ? 6 കയ്യിൽ കൊടുത്തത്. അതെന്താ അത് വേറെ എന്തായിക്കോട്ടെ. രായ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേടാ രായ, ബെല്ലാരിയുടെ കാര്യത്തിനകത്ത് നീ ഇടപെടാൻ പോകരുതെന്ന് ഞാൻ അടുത്ത് പറഞ്ഞല്ലേ. നീ ലാസ്റ്റ് സിറ്റുവേഷനില് നീ പോയി സംസാരിച്ചെന്നും പറഞ്ഞ് നമുക്ക് നിന്റെ പേര് വന്നിട്ട് സീന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേടാ രായ, നമ്മളെ എടാ ഇല്ല ഇത് POV ഉണ്ട്. അത് സംസാരമായത് POV. എടാ ഞാൻ പറഞ്ഞാണെങ്കിൽ നോക്കുക, ഇവരടുത്ത് ചോദിച്ചു നോക്ക്. ഇപ്പൊ നീ ഇവരടുത്ത് ചോദിച്ചു നോക്ക്. പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിപ്പോ നിങ്ങളിപ്പം ഇത് ബെല്ലാരി എന്ന് പറഞ്ഞത് വേറെ ഗ്യാങ്ങാന്ന് മനസ്സിലായോ? അപ്പൊ നിങ്ങളിപ്പം ഞാൻ അവിടെ അതിന്റെ വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സർവീസ്. നമുക്കത് പറ്റത്തില്ല. എന്താണ് സംസാരിക്കുന്നത്? ഇല്ലടാ രായ, ഞാനിപ്പോ അത് കണ്ട്. ഞാനിപ്പോ അത് കണ്ടടാ രായ. നീ എന്തിനാണ് എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എടാ ഞാൻ രായ, ഞാൻ നിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടാ നില്ല് പറയട്ടാ പറയട്ടെ. എടാ ബാല ഒന്ന് പോടാ, ബാല ഒന്ന് പോട്ടെടാ. എടാ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേള്. എടാ നിന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരൂല എന്ന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളൂ.
മനസ്സിലായില്ലേ? ഇതിപ്പോ ഞാൻ പറയണ വിശ്വാസം ഇല്ല അണ്ണാ. എടാ ഞാൻ പറയുന്നത് കേള്, ഞാൻ പറഞ്ഞോളൂ. നിനക്ക് ആ POV കാണുമ്പോൾ നിനക്ക് തന്നെ തോന്നുന്നു നീ ചിലപ്പോ മനപ്പുറം ചെയ്തു. പക്ഷെ അത് ഷോപ്പ് ചെയ്തിട്ടില്ല അണ്ണാ. ചിലപ്പോ അതാണ് പറഞ്ഞത്. നീ എടാ നീ പറഞ്ഞ കേള്, ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഇന്നേരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആ POV കാണിക്കുമ്പോ നിനക്ക് തോന്നുന്നു നമ്മളെ സൈഡിൽ റോങ് ആണ് തോന്നൂടാ. പക്ഷെ മനസ്സിലായ നീ കോലീഡർ ആയിട്ടിരുന്നിട്ട് നീ ഇങ്ങനെ ഇതാവുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെ പിന്നെ എങ്ങനെയാടാ ഇതാക്കുന്നത്? മനസ്സിലായ അണ്ണാ ഞാൻ ഒരു കാര്യം പറയാം. ബെല്ലാരി എനിക്ക് അറിയാന്നുള്ള ഗ്യാങ് തന്നെയാണ്. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ സിറ്റുവേഷനിൽ ഇടപെടാനേ ഞാൻ പോണില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാണിരണ്ണ കാണിര് ഞാൻ തന്റെ കഴിഞ്ഞിട്ട് ഞാൻ ഇടപെടാറെ പോവാറില്ല. അണ്ണനെ അറിയാലേ. ഞാൻ നിന്റെ അടുത്ത് ഇന്നേരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇത് ഇപ്പൊ ഒരു മീറ്റിംഗ് വെക്കാൻ നിന്നപ്പോഴാണ് അതിന്റെ ഇടയിൽ ഇത് വരുന്നത്. ഇല്ല അണ്ണ സർക്കണ്ണ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അണ്ണനെ അറിയാലോ, ഞാൻ ഒരു കാര്യത്തിന് ഇടപെടാൻ പോകാറില്ല. ഇവിടെ ഇവന്മാരൊക്കെയാണ് 24 മണിക്കൂർ നടക്കണം. അപ്പോഴും ഞാൻ ഇവന്മാരടുത്തൊക്കെ എന്തിനു തറ എടാ അവര് സിറ്റുവേഷൻ വരുമ്പോ മാറില്ല, അല്ലാതെ ഒരുമിച്ച് വരല് നമ്മൾ ഇതായിട്ട് വരല്ലോ. ഇല്ലടാ ചേച്ചി ബെല്ലാരി ആയിട്ട് നടക്കാൻ നേരത്തെ ഞാൻ എന്തിനാ പറയണ? എടാ സിറ്റുവേഷൻ വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് നടക്കല്ലേ. അല്ല ഞാൻ അവരേതോ സിറ്റുവേഷൻ ഇടപെട്ട് കയറി സംസാരിച്ചത്. പറ്റുന്നുണ്ട്. അണ്ണാ ഈ അടുത്ത് AKM ആയിട്ട് ഒരു സിറ്റുവേഷൻ നടന്ന അതിൽ ഞാനും ജമാലും സാക്കും ആയിരുന്നു ഉള്ളത്. അതിൽ ഞാനപ്പം തന്നെ ഞാൻ ക്ലിയർ ചെയ്തു സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന്. അവരുടെ ഒരു AR വാങ്ങിച്ചോണ്ട് പോയി ഞാൻ AKMന്റെ റോബിൻ. ഇല്ലണ അങ്ങനെ ഇടപെടാറില്ല. ഞാൻ ഇവന്മാരടുത്ത് ഞാനാണ് പറയാറ്. ഇത് ഇങ്ങനെ നമുക്ക് ഇത് വെറുതെ സംസാരിച്ച് ഡിലേ ആക്കിയ ഒരു കാര്യമില്ല. ഇല്ല വെളിയിൽ സംസാരിക്കാം. സംസാരിക്കണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന്റെ POV എനിക്കൊന്ന് കാണണം. ഞാൻ നിന്റെ സൈഡിൽ നിന്നല്ലേ സംസാരിച്ചിട്ടുണ്ട്. എടാ വിശ്വാസം ഇല്ലാത്തതിന്റെ അല്ലേ ഞാൻ പറഞ്ഞ POVയുടെ ഇതിന്ന് എനിക്ക് ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. കണ്ട POV എന്നുള്ള സൈഡിൽ നിന്ന് മനസ്സിലായില്ലേ അത് നമ്മളെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. കാരണം നീ ഒരു ഗ്യാങ്ങിന്റെ കോലീഡർ അല്ലടാ. അപ്പൊ നിന്റെ സൈഡിൽ ഇങ്ങനെ വരുമ്പോ മനസ്സിലായി നമ്മളെ സൈഡിൽ നിന്ന് ന്യായം പറയുന്നില്ല. അല്ല എന്തിനാണ് ഞാൻ ഇടപെട്ടത് അത് പറ. എടാ ബെല്ലാരിയുടെ സിറ്റുവേഷനിൽ നീ ഒരു സംസാരിക്കാൻ പോയിട്ടുണ്ട്. മനസ്സിലായി അതിന്റെ POV ആണ് കേട്ടോ. ചിലപ്പം നീ ചിലപ്പം അറിഞ്ഞോണ്ട് ഡ്രാഗ് ചെയ്തിട്ട് പോലും ഞാൻ അവിടെ സംസാരിക്കാൻ പോയിട്ടില്ല ആവശ്യമില്ലാതെ. മനസ്സിലായോ? കൈ വെക്കാൻ പറ്റണ്ടേ? എന്തിനു പറഞ്ഞു കൈ വെക്കിക്കും? ഇത് അതല്ല ഞാൻ ചോദിച്ചാൽ എന്താ പറഞ്ഞു കൈ വെക്കാൻ വെക്കുന്നത്? കാര്യം ചെയ്താലോ എന്താ ചെയ്യാനാ? ഞാൻ അപ്പുറത്തോണ്ടോ നിർത്താം. അതല്ല ഇത് കൈ വെക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെന്ററിക്കകത്തൊരു സാധനം ഉണ്ട്. അവന്റെ ഇൻവെന്ററി ചെക്ക് ചെയ്യണമെന്ന് പറ, റോബ് ചെയ്യണമെന്ന് പറ. എന്നിട്ട് കൈ വെപ്പിക്കും. സംസാരിച്ചിട്ടേ എന്തെങ്കിലും ഒരു സാധനം നിന്റെ കയ്യിലുണ്ടല്ലോ എന്ന് ഇവര് പറഞ്ഞല്ലോ എന്ന് പറ. അങ്ങനെ എടാ രായ നീ എടാ ഒരു സെക്കൻഡ് മാറും. എടാ നീ വേറെ നിന്റെ ബില്ലായുടെ സിറ്റുവേഷനിൽ വേറെ എന്തെങ്കിലും സാധനം എന്തേലും ഗണ്ണല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഉപയോഗിക്കുകയല്ലോ ചെയ്താ? ലൈക്ക് എന്തായാലും ലീഗലില്ലാത്ത എന്നത്തെയാണെന്നുള്ള എന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് അത് ഡേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം സർക്കിന് കാണണമെന്നുണ്ടെങ്കിൽ റോബി വെച്ചാൽ മതി. റോബി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റാൻഡ് ഇൻവെന്റർ കാണാൻ പറ്റും. അല്ല അതെങ്ങനെയാണ് റോബി വയ്ക്കുന്നത്? എന്തിനാണ്? അല്ല എടാ ഇത് അഡ്മിൻ ചെക്ക് ചെയ്താ പറ്റുമോ? അതെങ്ങനെയാണ്? അല്ല സരക്ക് ഡയറക്റ്റ് കണ്ടോ? നമ്മൾ പറയുന്ന സരക്ക് കാണുന്നല്ലേ? ഒന്നും ഇല്ല. ബാക്കിയുള്ളവരൊന്നും മാറിയുള്ള തീർത്തിട്ടൊന്നുമല്ല. എന്തിന് കണ്ണു കുത്തിയാലോ? ആര് കണ്ണുത്തി? എന്നാ എനിക്ക് കണ്ണൂടാ. മാറി നില്ലടാ നോക്കട്ടെ ഇന്നോട്ട് വെക്കട്ടെ. റോബ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാൻസൽ ആയി പോകണം. തെറ്റിയത് ക്യാൻസൽ ഒന്നും ചെയ്യരുത്. സ്ലാഷ് സ്റ്റീൽ അടിച്ചത് പറ്റുന്നില്ല. ഇത് പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി.
അപ്പൊ നോക്കി 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 ഇത് ചെക്ക് ചെയ്ത് നോക്ക്, ചെക്ക് ചെയ്ത് നോക്ക്. ഇങ്ങനെ ആര് പറഞ്ഞു? നീ ഒന്ന് കയറ് കൊടുക്ക്, റോപ്പ് കൊടുക്ക്. സരക്കെ കണ്ണു വെച്ചിട്ട് ടൈ ചെയ്യും റോപ്പ് കൊടുക്ക്, വേഗം കൊടുക്ക്, റോപ്പ് കൊടുക്ക്. അതാകുമ്പോ പിന്നെ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹലോ ഹലോ അണ്ണാ റോപ്പ് കൊടു. എടാ ഒന്ന് സൈലന്റ് ആവടാ, എന്തറാ കാണിക്കുന്ന ഇത്തിരി എല്ലാരും ഒന്ന് മിണ്ടാതിരിക്കടാ, ഇവിടെ കിടന്ന് അപ്പുറത്തോട് സംസാരിക്കാതാ. പെണ്ണുങ്ങളെ പുറകെ പോണതിന്റെ ഇടയില്. അതായത് നമ്മുടെ കുടുംബത്തിലെ ബ്രോ നൈഫ് വേണം, നൈഫും റോപ്പും മതി. അങ്ങനെ നടക്കും കുറച്ച്. റോപ്പ് വേണോ? റോപ്പുണ്ടോ ഈ കെവിനെ? ഇതൊക്കെ കൈ വെച്ചട്ടാ കള്ളൻ. ഐഡിയ കൈ പൊക്കി. ഹലോ ഏ തിരക്കെ ക്യാരി കിട്ടോ? മാറിയില്ലടാ. അല്ലാടാ സത്യം നമ്മുടെ പീഡനത്തിന്റെ രക്ഷയിൽ കൂട്ടും. വണ്ടി എന്താ പറ്റി? ഇതൊന്നും സീലെന്ത്? എല്ലാരും ഗ്യാങ്ങോസാ, തൂക്കിയെടുത്തോണ്ട് പോ, തൂക്കിയെടുത്തോണ്ട് പോ. എല്ലാരും ഗ്യാങ്ങോസാ, എല്ലാരും ഗ്യാങ്ങോസ്. അർജന്റ് അണ്ണ അങ്ങനെ പറ്റൂല ക്യാരി എടുത്തോണ്ട് ഇറക്കി വണ്ടി ഞാൻ വണ്ടി അല്ലെ മച്ചാനെ വണ്ടി തരാവോ? ആര് വണ്ടി എടുത്താലും ബഗ്ഗാവും. സരക്കങ്ങനെ കേറുമ്പോ പറന്നു അണ്ണ കേറണ്ട, പറന്നു പോവും. അണ്ണാ മറ്റേ റിഫ്രഷ് സ്കിൻ അടിച്ചു നോക്ക്, റിഫ്രഷ് സ്കിൻ അടിച്ചു അടിക്കും. ഇത് കയറി റിഫ്രഷ് സ്കിൻ അടിച്ചിട്ട് അങ്ങനെ ബഗ്ഗാവും എല്ലാരും ഗ്യാങ്ങോസ് അർജന്റ്. എല്ലാരും അർജന്റായിട്ട് ഗ്യാങ്ങോസാ. ഒരു മീറ്റിംഗ് ഉണ്ടേ. ഹലോ ഹലോ എടാ ഗ്യാങ്ങോസ് ആരോട് വിളിച്ചിട്ട് ഗ്യാങ്ങോസാ. കേക്കാം പറഞ്ഞു. എടാ ഞാൻ ഇനി വാസു വന്നിട്ട് സിറ്റിയിലെ കാര്യങ്ങൾ വാസു വന്നിട്ട് നോക്കിയത്. എനിക്ക് ഇനി ആരോട് സംസാരിക്കുന്ന വേറെ ഇവിടെ നിർത്ത്. ബാക്കിലോട്ട് നിർത്ത്. അങ്ങോട്ട് കൊണ്ടുപോകും. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കേട്ടൂടെ? ഹലോ 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 നൈഫ് ഉള്ള ഒരാള് കട്ട് ചെയ്താൽ മതി. ചന്ദ്രൻ എടാ ഇതെന്താക്കടാ? ഞാൻ കട്ടി ഗ്യാങ്ങോസിലെത്തിയാ നൈഫുണ്ട്. ചന്ദ്രൻ കട്ട് ചെയ്തോ? കണ്ണ് വെച്ചിട്ട് പക്ഷെ മോശമായിട്ട് ചെയ്യുന്ന. പിന്നെ പെട്ടെന്ന് വന്നിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞ ഞാൻ എവിടെ നിർത്തിച്ചിട്ടോ ചെയ്യാം. ഞാൻ ആരും എനിക്ക് അറിയാൻ പറ്റാത്ത സംഭവമാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞു. ഹലോ
പോക്കരായ എനിക്ക് സർപ്രൈസ് ആയിരുന്നു ആരും പറഞ്ഞിട്ടില്ല അണ്ണാ ഇതിന്റെ വർഷനെ കഴിഞ്ഞു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഓ, thank you. കഴിഞ്ഞ ഇല്ല ഇന്നലെ ആയിരുന്നു, പക്ഷെ ഇന്നാണ് ചെയ്യാൻ പറ്റിയത്. ഇന്നലെ ഓൾറെഡി നമ്മള് വേറെ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല വാ, എല്ലാരും ഈ സിറ്റിയിൽ ആഘോഷിച്ചില്ല പിന്നെ എന്താ നില? പോ. എന്നിട്ട് കേറി എന്നിട്ടല്ലേ അണ്ണാ എല്ലിന് പകരം പോകുന്നാക്കണേ. കൊള്ളാം. ആളിയാ, ഇത് set അല്ലേ ഇത്? കല്യാണ വീടാ ഇത് പൊട്ടുപോയി. പാട്ടിട്ടുണ്ടോ അവിടെ? ചെറുതായിട്ട് ഇല്ലല്ലോ, ഓറ ബീച്ചിൽ ഇരിപ്പുണ്ട്. സൂപ്പർ ഒളിയൻ സൂപ്പർ set. അണ്ണാ, ഇതെന്തിനാ ഇത്? ഇതിപ്പോ രായണ്ണന്റെ കല്യാണം. മണക്കില്ല. തിരക്കണല്ലേ ഓസ്കാർ ലെവൽ ആക്ടിങ് ഉള്ളായിരുന്നു കേട്ടോ. കേട്ടിട്ട് എന്തൊക്കെ ഒന്ന് മാറി കാര്യങ്ങൾ സംസാരിക്കും. അപ്പാപ്പന്റെ വൃത്തിയുടെ തിരക്കഥ ആ, പെട്ടെന്ന് ബെല്ലാരി കേസ് പറഞ്ഞപ്പോ എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഹലോ ഹലോ എവിടെയാണ് ബാക്കി ഞാൻ കേട്ടില്ല മറ്റേത് എവിടെയാണ് ബാക്കാണ് ഉണ്ടോ സെറ്റ് സമയം പറഞ്ഞു അതന്നെ വെള്ളിലോട്ട് പോയി പോരോ താഴോട്ട് പോയി പോരോ ആ താഴത്ത് എടാ മോളിലോട്ട് നോക്കിയേ കല്യാണ വീട് കേട്ടാ. ഞാൻ ഇച്ചിരി ഗ്രാൻഡ് പാർട്ടി മനസ്സിലായി. അതുകൊണ്ട് ബലൂണും ലൈറ്റും ഒന്നും നോക്കിയില്ല, വാരിപ്പറക്കി മേടിച്ചു ഫുള്ള്. അളിയാ നീ ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ വരാൻ പറ്റില്ല, എനിക്കറിയാലോ. പാപ്പാ KVL ഉള്ളവരെയൊക്കെ വരാൻ പറ പാപ്പാ, ഫ്രീ ആണെങ്കിൽ. ഞാൻ കേറിയില്ല. കേറിട്ട് ഫ്രീ ആണെങ്കിൽ എല്ലാരും ഇങ്ങോട്ട് വരാൻ പറ. എന്തായാലും ബർത്ത്ഡേ അല്ലേ, എല്ലാരും വന്നിട്ടൊന്ന്. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടും ഇല്ലല്ലോ, പിന്നെ ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം. നല്ല റീസൺ ആയിക്കോട്ടെ വരുന്നത്, നല്ല റീസൺ ഒന്നും വരട്ടെ. സത്യം പറഞ്ഞ തെറ്റല്ലേ? പാടാറൊക്കെ പിന്നെ ഞാൻ രായ ഈ സിറ്റിയിൽ വന്നിട്ട് നീ ഏറ്റവും മിസ് ചെയ്യുന്ന എന്തിനാണ്? കിട്ടിയില്ല അത് ഇമാജിനറി ക്യാരക്ടർ അല്ലാതെ വേറെ. എന്നാ സിറ്റിയില് വന്നിട്ട് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ വണ്ടിയാണോ? പിന്നല്ലാതെ ഏത് വണ്ടി മിസ് ചെയ്യുന്നത്? വണ്ടി മിസ് ചെയ്യുന്നുണ്ടാ? വണ്ടി മിസ്സിംഗ് അല്ല, നമ്മളൊരു അതന്നെ മിസ്സിങ്. ഉണ്ടല്ലോ ഇവിടെ വണ്ടിയായിരുന്നല്ലേ. അപ്പൊ ഒഫീഷ്യലി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ താങ്ക് യു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാ? വണ്ടിയാ ഞാൻ ചോദിച്ചു, രാനോട് ചോദിച്ചേ അപ്പൊ ഏതാണ് ഏറ്റവും മിസ് ചെയ്യുന്ന അന്തരം ചോദിച്ചു. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് വണ്ടിയാണ് ഏറ്റവും മിസ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞ വണ്ടി അങ്ങനെയല്ല, നമ്മൾക്ക് ഒരു വണ്ടി ഉണ്ട്. എല്ലാരും ഐക്കോണിക് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് എനിക്കൊന്നൊരു ഡ്യൂക്ക് അല്ലായിരുന്നു രായ. എല്ലാ സിറ്റിയിലും രായ ഡ്യൂക്ക് ഉണ്ട്, രായ മുണ്ട കൂടുതൽ കറങ്ങി കിടക്കുന്നു. സത്യം. പക്ഷെ ഇതൊരു കുറച്ച് നേരത്തെ നമുക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടല്ലേ സാർക്ക്? വിചാരിച്ചോണ്ടിരിക്കണ ഇപ്പൊ വണ്ടി നമുക്ക് സെറ്റാക്കാം. ഇല്ലല്ല എന്നാ നീ പറഞ്ഞത് എന്തിനാണല്ലോ നമ്മൾ അടുത്ത ദിവസം സെറ്റാക്കാം. അല്ല വണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് സോൺ വരുന്നതാണത്. നാളത്തെ ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഒരു വില്ലി സൂട്ട് ഉണ്ട് എന്റെ കൂട്ടത്തിലായി, അതോട് വലിയ അത് അടുത്ത ബർത്ത്ഡേ ആണ് ചന്ദ്രൻ.
ബർത്ത്ഡേ മാസം മാത്രമേ കേട്ടുള്ളൂ ഈ വണ്ടി വരത്തുള്ളൂ കേട്ടോ സാർ. ആണോ? അടുത്ത ദിവസം എന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ മാസം കഴിഞ്ഞാ പോയി. ഇവന്റെ birthday കഴിഞ്ഞ്, ഇവന്റെ birthday കഴിഞ്ഞ്, ഇനിയില്ല. ഇവന്റെ കാത്തിരിക്കണം. ഇല്ല ജൂലൈ ആണ്. ജൂലൈ ആണ്. ജൂലൈ മാസം എല്ലാവർക്കും ലീവ്. ആ, അതെ. ഞാൻ പറയാനേ, എനിക്ക് നിന്റെ miss girlfriend- ആവണം. ആ. എന്തിനാണെന്നറിയാമോ? ആ. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരുമിച്ച് ഇന്നാ മതി, അത്രേ ഉള്ളു എനിക്ക്. അതൊക്കെ എത്ര പേരായ? എല്ലാരും ഒരുമിച്ച് കാണണം. സത്യം എല്ലാരും ഒരുമിച്ച് കാണുന്നതാണ് നമ്മുടെ birthday special ആയിട്ടുള്ള ഇന്നലെ കാര്യം. ബെല്ലാരി അന്തേരിയും പിന്നെ നമ്മളെ ടിവിയില് കുറച്ചേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് കുറെ പേര് വന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആ ഫീലിംഗ് എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ നോക്കിയപ്പോ നമ്മളെ ഗാങ്ങില് മാത്രം ഒരു 5 പേര് വന്നു. ട്രിക്കിടാ ഹാർഡ് സ്കോറാ. എത്ര ദിവസമായിട്ട് ചോദിക്കുക. 5 പേര്, എനിക്ക് തോന്നുന്നു 5 അല്ലേടാ ബുലാനെ, അല്ലേ? അതാ എനിക്ക് ഭയങ്കര വിഷമായി പോയി. മനസ്സിലായി. ഞാൻ പുറത്ത് ആയിരുന്നു. അല്ല അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. എനിക്കറിയാം മനസ്സിലായി. എനിക്കറിയാം. ചന്ദ്രനെ ഒന്ന് ഫീൽ അതാണ്. എനിക്കന്ന് എന്റെ മനസ്സിലായി. ഏറ്റവും കൂടുതൽ നമ്മളെല്ലാരും ബർത്ത്ഡേ ആ ദിവസം നമുക്ക് നമ്മുടെ ഫാമിലി എല്ലാവരും കാണുന്നതാണ് ഏറ്റവും സന്തോഷമുണ്ടായത്. അതുകൊണ്ട് പിന്നെ അതായിരുന്നു അണ്ണന്റെ പേര് കാണണം. എന്തോ ഒരു ഗാങ്ങില് 30 പേരുണ്ട്. ഹലോ ബ്രോ, എന്തരായി? ഈ റായനെ കുറിച്ച് ഒരു വീഡിയോ 5000 രൂപ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് play ചെയ്ത് ഒന്ന് പറയുവോ? ആരെടുത്താ? അല്ല റായനോടൊന്ന് പറയുന്നു ഇതുപോലെ. അത് പറയാം. നിങ്ങൾ പ്ലേ ചെയ്തോടെ, നമ്മളെ വിളിച്ചു കിട്ടാം. ഞാൻ വിളിച്ചു. എടാ എല്ലാരും സ്ക്രീനിന്റെ ഇങ്ങോട്ടോ. എല്ലാരും സ്ക്രീനിന്റെ ഇങ്ങോട്ടോ. എല്ലാരും സ്ക്രീനിന്റെ ഇങ്ങോട്ടോ. ഇതെല്ലാരും ലൈക്ക് അടിക്കും. എല്ലാരും സ്ക്രീനിന്റെ ഇങ്ങോട്ടോ. എടാ ഇത് സംഭവം ചിലരൊക്കെ ഇത് കണ്ടു കാണും. എന്നാലും ഒന്നുകൂടി കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണുക. കാരണം ഇത് എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ടച്ചായ ഒരു സംഭവമാണ്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടേരെ. എന്തായാലും ഇവിടെ വെച്ച് നമ്മളെല്ലാരും ഒരുമിച്ചുള്ള സമയത്തൊന്ന് കണ്ടേരെ. സൗണ്ട് നോക്കിട്ടോ അതിന്റെ ഹലോ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. ഇവിടെ തമാശയൊക്കെ മുളയ്ക്കുന്നല്ല മീറ്റിംഗ്. ஹேண்டில் பண்ண முடியுமா? ரூல்ஸ் நாங்க டாக்டர்ஸ் நாங்க சொல்றத நீங்க கேட்கணும்னு சொல்லி போலீஸ்டே நீங்க பேசலாம். இதான் ரோல் பிளே. ஓகே புரியுதா ப்ரோ? சார்ல்ஸ் ப்ரோ புரியுது. இப்போ நான் பேசலாமா? பேசுங்க பேசுங்க ப்ரோ. ஓகே நான் பேசுறேன். ஓகே இப்போ நான் சொல்றேன் என்னன்னா, சீஃப் கேட்டுக்கோ. இப்போ நம்ம தூரத்துல இருக்கு. இப்போ இந்த சிட்டிக்கு உள்ள வெளியில இருக்குன்னு வச்சுக்கோ. இப்போ நம்ம அவங்கள இங்க ஹாஸ்பிட்டல்ல கொண்டு வர அதுக்கு முன்னாடி அவங்க டைம் அவுட் பண்ணி அவங்க ரெஸ்பாண்ட் பண்ணிடுச்சுன்னு எல்லாரும் வீடியோ കാണുക. ആരും മിസ് ചെയ്യല്ലേ. முதல்ல ஒரு ஜிபிஎஸ் இன்ஃபர்மேஷன் வந்து அந்த கஸ்டமருக்கு டைரக்டா கால் பண்ணிருங்க. ஓகே அப்போ கேளுங்க. பண்ணாதீங்க அப்படி. ஏன்னா அவர் வந்து அன்கான்ஷியஸ்ல இருக்காரு. அவருக்கு ஃபோன் பண்ணக்கூடாது. சரி ஓகே ஒருவேளை அவங்க ரிவ்யூ ஆயில ரீச் பண்ணாங்க நீங்க போய் சுத்திட்டு வந்தீங்க. இல்ல நடந்து ப்ரோ. இப்போ என்னன்னா அவர் வந்து அங்க இருந்து போயிருக்காரு. மெசேஜ் ஆட்டோமேட்டிக்கா மெசேஜ் சாதா மெசேஜ் வரும்ல. அந்த இடத்துல வந்து நீங்க ஃபோன் பண்ணி பேசலாம். நீங்க வந்து உங்களுக்கு இறந்து போன மெசேஜ் வந்தா நீங்க கரெக்ட்டா அங்க போய் ஆகணும். பரவாயில்லை, நீங்க சும்மா வந்து வரல. சரி ஓகே பாப்பி பண்ணுங்க. ரொம்ப லாங்கா நம்ம எங்க பிரச்சனை சொல்லுவாங்கல. ஓகே பெரிய கேஸ். அப்புறம் என்ன? ஓகே சார் நீங்க பேசுங்க. நெக்ஸ்ட் வந்து இந்த போலீஸ் கிட்ட எல்லார்கிட்ட சொல்லணும் இப்படிதான் ரூல்ஸ்னு. அவங்க இப்போ ஃபர்ஸ்ட் நம்ம ஸ்டார்ட் பண்ணும்போது அவங்க ஒத்துக்க மாட்டார். இப்போ ஒரு மீட்டிங் சீஃப் கண்டிப்பா நினைச்சா மட்டும்தான் பண்ணணும். அது சும்மா ஒரு டெமோ சொல்லணும். இப்படிதான் ஹாஸ்பிட்டல் புதிய ரூல்ஸ் வந்தாச்சுன்னு சொல்லணும். இப்போ நாம வந்து பண்ணும்போது அவங்க கோஆபரேட் பண்ண மாட்டாங்க. அதுக்கு போலாம். ஓகே நல்ல மீட்டிங் முடிஞ்சது. நல்லபடியா மீட்டிங் முடிஞ்சது. சூப்பர் गाइस. நல்லா வர்க் பண்ணுவோம். രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. അതിനൊന്ന് ഈ 3 പേര് ഒന്ന് വന്ന് മീറ്റിംഗിന്റെ ടൈമല്ലേ സാർ?
பர்த்டே நாளைக்கு ஏப்ரல் ஃபூல். ஏ பிகிலர் ஹாப்பி பர்த்டே, அட்வான்ஸ் ஹாப்பி பர்த்டே. இதுனா சர்வர் கிட்ட ஓ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ഇവിടെ തമാശയൊക്കെ മതിക്കുന്നല്ല മീറ്റിംഗ്. ஹேண்டில் பண்ண முடியுமா? ப்ரோ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? പേജ് 128. കഷ്ടപ്പെട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കേ. പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്നു വിറച്ച് ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ച് എന്താ ഇത്? കരിഞ്ഞു പോയതാൻ തോന്നുന്നു. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്, അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. ആളുകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. ஓகே லைவ் தொடங்காம். லைவ் சூப்பர். உன் சேனல் குவாலிட்டியா இருக்குமா? நான் அப்படியே சொல்றேன், உன் சேனலுக்கு சப்போர்ட் பண்ண சொல்லி. எந்த சேனல்ல பேரு சிபின்ஷன். உன்னோட சேனல் நம்ம ஃப்ரெண்ட் வந்து சிபின் சேனல்னு ஒரு சேனல் பண்றாரு, அவரை போய் சப்ஸ்கிரைப் பண்ணுங்க. வாழ்க்கையில் நிறைய உதவி நடக்கும். ஒரு டைமில் என்ன ஆச்சுன்னா நம்ம சேனல் 1 lakh ரீச் பண்ணும், பட் ஷார்ட்ஸில் தான் ரீச் பண்ணும். அதனால பழைய ஆடியன்ஸ்லாம் போயிட்டாங்க. ஆனால் நான் ரொம்ப ஃபீல் பண்ணேன், இதுக்கு மேலே என்ன பண்ண போகிறோம் அப்படின்னு நிற்கும் போது என் நண்பன் அவனை திருப்பி சந்தித்தேன். ஒருத்தனுக்கு உதவி பண்ணால் அது எந்த ரூபமாக வேணாலும் வந்து திருப்பி உதவி நடக்கும்னு சொல்லிட்டு அப்போ எனக்கு தெரியாது. சும்மா விளையாட்டாக வந்து என் ஃப்ரெண்டு சேனல் தான், இதை சப்ஸ்கிரைப் பண்ணிக்கோங்கன்னு சொன்னேன். ஆனால் அதுக்கப்புறம் நடந்ததே பாருங்க. இப்போ அவன்கிட்ட கேட்டுட்டே இருக்கும்போது தான் எனக்கு ஃபர்ஸ்ட் டைம் ஒரு சான்ஸ் கொடுத்தான். வேற யாரா இருந்தா என்ன சொல்லுவாங்க, நான் அவன்கிட்ட பேசி கிட்டத்தட்ட ஒரு 2.5 வருஷம் 3 வருஷம் ஆயிடுச்சு. ஏய் இல்லடா, இப்போவே எங்களுக்கு ஸ்லாட் கரெக்டா இருக்குடா, ஒரு நல்ல பொசிஷன்ல இருக்கான், எல்லாமே ரீச் பயங்கரமா இருக்கும்போது அவன் எனக்கு ரிப்ளை பண்ணணும். இப்போ எனக்கு ரிப்ளை பண்ணான், சரிடா நீ வாடா நம்ம பண்ணுவோம்டா, நீ எதாவது புதுசா பண்ணா, உனக்கு தெரிஞ்சதை பண்ணா, நான் பாத்துக்கிறேன்டா. அப்பதான் ஃபர்ஸ்ட் நம்ம மலையாள சர்வருக்கு நான் கால் எடுத்து வைக்கிறேன். உடம்பு சரியாகணுமா? കാണുമ്പോ ക്രഷ് ആകുது, അത് മാറ്റി കൊടുക്കണം. உங்க பேருடா மாஸ்க் கேட்டு மூஞ்சி இது பாரு. இது மாதிரியே வச்சுக்கோ, என்ன பொண்ணு உன்னை பாக்காடு கடைசி வரைக்கும் சிங்கிளா இருக்கு. மாடியிலும் எனக்கு நிறைய பெம்பளை இருந்த பின்னாடி இப்பதான் எதுவும் இல்ல. முன்னாடி யாரும் வர மாட்டாங்க. அதுக்கப்புறம் நான் ஸ்பெடிக்கத்துக்கு வந்திருப்பேன். அதுக்கப்புறம் அவன் என்னை ஈகிள் ப்ரோக்கிட்டையும் இன்ட்ரடியூஸ் பண்ணி வச்சான். நீங்க எல்லாருமே எங்க பசங்க தான்டா, நீ வாடா, நாங்க இருக்கோம்டா, நீ தனியா ஆள் கிடையாது, நான் உனக்கு பெலாரி ரோல் தரேன் டிஸ்கார்ட்ல, நீ வா, எப்பெல்லாம் உனக்கு வேணுமோ எப்பெல்லாம் எங்களை பார்க்கணுமோ நீ எனக்கு மெசேஜ் பண்ணி கஷ்டப்படாத, நீ வா டிஸ்கார்டு வா, நாங்க இருக்கோம் உனக்கு அப்படின்னு தான் சொன்னான். எல்லாமே தெரியும், எனக்கு என்னடா தெரியும். அதனால உனக்கு விஷ் யூ மெனி ஹாப்பி ரிட்டர்ன்ஸ் ஆஃப் த டே. தேங்க்யூ ஃபார் பிக் சப்போர்ட் தான். தேங்க்யூ, எனக்கு திருப்பி கம்பேக் கொடுத்துருக்கேன், ரொம்ப நன்றி. அதுக்கப்புறம் உன் பேரில் இன்னைக்கு ஒரு அர்ச்சனை பண்ணேன் கோயிலில். உன் பேர் சொல்லி அர்ச்சனை பண்ணிவிட்டு சுவாமிக்கு பூஜை பண்ணேன். எப்பயுமே நீனும் நல்லா இருக்கணும். அதுக்கப்புறம் நம்ம டிவிஏ பெல்லாரி அப்படின்னு சொன்னால் நிறையா சொல்லிட்டே போகலாம், அந்தாரி எல்லாமே சொல்லலாம், லைனாக சொல்லிக்கிட்டே போகலாம், ஓகேவா? அதனால்
எல்லாருமே நல்லா இருக்கணும்னு சொல்லிட்டு பொதுவாக சொல்லிக்கிறேன். நம்ம ஆடியன்ஸும் நல்லா இருக்கணும், நம்மளை பார்க்குறவங்களும் நல்லா இருக்கணும். அப்போ தானே இன்னும் நிறைய நாள் பார்க்க முடியும். எல்லாருமே நல்லா இருக்கணும்னு சொல்லிட்டு நான் சாமி கிட்ட வேண்டிக்கிறேன். എന്ത് വീഡിയോ അത്, വിഷയം വീഡിയോ, വിഷയം വീഡിയോ, അഞ്ചു വർഷമല്ല 7 വർഷം കാണിപ്പിച്ചാവും സത്യം ഇവനെ പരിചയപ്പെടുന്ന സമയത്ത് സാറൊക്കെ ഇവ പണ്ട് പറയും, ഇവ മറ്റേ പീഡിയായിട്ട് ഓർമ്മയുണ്ടോ പണ്ട് പറയണ ഫസ്റ്റ് ടൈം ഞാനിത് കാണുമ്പോ ഞാൻ കാറിൽ ഇരുന്നാണ് കാണുന്നത്. ഞാൻ ട്രക്കിങ് വരാൻ കൂടി കാറിൽ ഇരുന്നാണ് കാണുന്നത്. അയ്യോ ഞാൻ ഒരു ഉമ്മാരോട് ഒപ്പം പറയണേ എന്തിനാടാ അത് വണ്ടി ഓടിച്ചോണ്ട് കമന്റ് ഇട്ട്. ഞാൻ കമന്റ് ഇട്ടില്ല, ഞാൻ കമന്റ് ഇടാൻ വന്നു. എന്നിട്ട് എനിക്ക് എന്തിനു പറയണോ അറിയാം, മനസ്സിലായോ? എന്നിട്ട് ഞാൻ സാറെ കമന്റ് ചെയ്തില്ല. ഞാൻ സാർ എനിക്ക് ഇന്ന് രാവിലെയാണ് ഞാൻ ഇത് കാണണം സത്യം പറഞ്ഞ. അത് കണ്ടപ്പോ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു സത്യം പറഞ്ഞ. അത്രേ ഉള്ളൂ വിഷയം. പെട്ടെന്നൊരു അപ്പാപ്പ ഇങ്ങനെ ഇരിക്കുകയാണ്. നിന്നോട് പറയാൻ പറ്റരുത്, കഥയൊന്നും പറയല്ലേ. അത് ആളിവിടെ ഉണ്ട്, ആളിവിടെ ഉണ്ട്. ഞാൻ കളിക്കുന്ന 3 കൊല്ലേ ഉള്ളു സാറൊക്കെ. എനിക്കറിയത്തില്ല. കൊച്ചു പയ്യന, കൊച്ചു പയ്യന. അപ്പാപ്പനൊക്കെ ഓജിയാണ്. പബ്ജി നേരെ ഇറങ്ങിയാണ്, നേരെ ഇറങ്ങിയാണ്. അടുത്ത് പറയണ്ട. വണ്ടി വണ്ടി നിങ്ങൾ പറഞ്ഞില്ലേ? അല്ല അവര് ഇതായിരിക്കും, ഇതിന്റെ ബാക്ക് വെച്ചു ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഇതിന്റെ ബാക്ക് സൈഡ് ഇട്ടോ. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വേറെ വല്ല വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല വീഡിയോ കാരണം ഓൾറെഡി നമ്മൾ ഇന്നലെ പ്ലേ ചെയ്തു, മനസ്സിലായി. അപ്പൊ പിന്നെ അത് ഇന്നലെ സെറ്റായിട്ട് പ്ലേ ചെയ്തു. കുഴപ്പമില്ല. എവിടെ നിങ്ങൾ എവിടെ വെക്കുമ്പോ ഒന്നെങ്കിൽ ഇവിടെ വെക്കും, അല്ലെങ്കിൽ വേണ്ടി അതിവിടെ സ്പേസ് ഉണ്ടോ അതിന്? അത് തന്നോളൂ. ആണോ? ഓക്കെ, അത് നിങ്ങൾ സെറ്റ് ചെയ്ത് പറയാം. അതെനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ പണ്ടൊക്കെ ഈ കഞ്ചാവേ നമ്മള് നടുമ്പോ അങ്ങനെ 24 മണിക്കൂർ മേളിൽ എടുക്കും ഈ സാധനം ഒന്ന് വളർന്ന് പുഷ്പിച്ച് വരാൻ വേണ്ടിട്ട്. അതിന്റെ ആവശ്യമില്ല. കേവി വന്നല്ലേ, കേവില്ലായിരുന്നു വെൽക്കം ചെയ്. 24 മണിക്കൂറിനിടയ്ക്ക് ഈ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ അവരത് കത്തിച്ച് കളയും, മനസ്സിലായോ? അപ്പം ഈ നടന്നവന്റെ വിഷമം ആലോചിച്ചു. അത് മറ്റേ പകവല്ലുള്ള പോലീസാണ്, തീർന്നു, ജീവൻ പോയി. ചരക്കെ പണ്ടൊക്കെ പോലീസിനെ കണ്ട ഓടും മുണ്ടും. ഇപ്പൊ പോലീസ് വന്ന് നീ ഒന്ന് തൊട്ട് നോക്കണാന്നൊക്കെ പറയുമ്പോ നീ എന്റെ ചെടി തൊട്ട് നോക്കണാന്നൊക്കെയാണ്. ഞാൻ ആ പഴയ കാലത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതൊക്കെ അത് രസമായിരുന്നു. ഒരു പ്രശ്നമില്ല, സമാധാനം, സന്തോഷം. ആകെ അതെ ലിയോ ഒക്കെ മറ്റേ ഗൺഫൈറ്റ് ഒക്കെ ലിയോ ഭരിച്ചിരുന്ന കാര്യമാണോ അത്? എല്ലാരും ഉണ്ടോ? എന്തുപറ്റി എല്ലാരും കൂടി രായന്റെ ബർത്ത്ഡേ പ്രമാണിച്ചു കൊടുത്ത് മുണ്ടെടുത്തിടത് അല്ലാതെ മുണ്ടെടുത്തിടാ? തിരിച്ചറിയണ്ടേ? ഓ അങ്ങനെ ആള് മാറാൻ പാടില്ലല്ലോ. ഇപ്പൊ ആരൊക്കെ ഉണ്ട്? കൂടെ വന്നെന്തിനാ ബർത്ത്ഡേ പോയി ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? ചന്ദ്ര സെറ്റ് ആ ഓക്കെ ചന്ദ്ര എല്ലാരും ചന്ദ്ര സെറ്റ് മേടിച്ചിട്ടോ? സെറ്റ് ഇവിടെ അപ്പാപ്പ ഭയങ്കര സർപ്രൈസിന് വേണ്ടിട്ട് വാറൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും. അപ്പാപ്പ ഇവിടെ വലിയ പ്ലാനിങ് ഒക്കെ രായന് സർപ്രൈസ് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാരെയും അടിച്ചിട്ടിട്ട് നമ്മൾ രായനെ തട്ടിക്കൊണ്ടു പോകണ ഒരു സീനൊക്കെ ചെയ്താലോ? ഞാൻ പറഞ്ഞു നിന്റെ സൂപ്പർ. ഞാൻ ചിന്തിച്ചെങ്ങനെ അറിയാമോ? നാളെ തൊട്ടൊരു 3 ദിവസത്തേക്ക് പല ഈ കണ്ടന്റ് വിട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണ് ഞാൻ അങ്ങനെ. ഓക്കെ
കൊള്ളാം. പക്ഷെ അത് പിന്നെ അത് 3 ദിവസത്തിനകത്തായിരിക്കും. ഒരു അതാണ് ഓടിക്കും അവരൊക്കെ ഓടിക്കും. അതാണ് പ്രശ്നം, പറയാൻ പറ്റൂല. പരിപാടി ഇത് മൊത്തം ഇവിടത്തെ അഡ്മിൻസ് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ആടുബ്രോ ആണ് തോന്നുന്നു മെയിനായിട്ട് അല്ലേ? ആടുപുറമാണ്. അപ്പൊ ആടുബ്രോ അല്ലേ മെയിനായിട്ട് ഇത് ചെയ്തത് സെറ്റ് ചെയ്തത് ഇതെല്ലാം ആടുപുറയാണ്. കാരണം ഇത് മോസ്റ്റ്ലി ഇവിടുത്തെ എല്ലാ ഇവന്റ്സും ചെയ്യുന്ന ആടുപുറ. കാരണം CSO മൊത്തം പുള്ളിയാണ് റെഡിയാക്കി ലൈറ്റ്സ് പിടിപ്പിച്ച് ചെയ്യുന്നത്. ബാക്കി നമ്മുടെ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്യും. പിന്നെ ഞാനും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആരായിരുന്നു? കണ്ടാറ് ശരിയാണ്. അതെ കണ്ടിട്ടുണ്ട്. എല്ലാരും എനിക്കറിയാം ഏകദേശം ഇതിനകത്ത് കേട്ടു. ഒന്നുമില്ല, ഇത് കൊള്ളത്തില്ല. ഇത് ഏത് പോങ്ങാനാ ചെയ്തെന്ന് ചോദിച്ചവര്. ഞാൻ പറഞ്ഞത് പുള്ളി ഉണ്ട്. കല്യാണ വർക്കായിരുന്നു നമ്മളെ. ഇത് കല്യാണ വർക്കായിരുന്നു പള്ളിപ്പെരുന്നാള് കല്യാണം ചേർന്ന് പിടിക്കും പുള്ളി. കത്തിക്കുന്നത് എന്റെ ഒരു ദിവസത്തെ മൊത്തം ഉറക്കോടെങ്കിലും കളിയാക്കരുത്. നല്ല ക്രെഡിറ്റ് എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. സാലൊക്കെ ഉണ്ടെങ്കിൽ സാലൊക്കെ ദയവുള്ളതാണ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. പുള്ളി ഒറ്റയ്ക്കാണ് ഇത് മൊത്തം ചെയ്തത്. ഞാൻ ഡിസ്കൗണ്ട് വിളിച്ചപ്പോഴെല്ലാം പുള്ളി ഇത് വൈകിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറ്റുന്നവരെല്ലാം നമ്മൾക്ക് എഫേർട്ട് ഇട്ടതിന്റെ പേരിലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓ ഇല്ല ഇറങ്ങല്ലേ, വെയിറ്റ് അല്ല തുടങ്ങുമല്ലേ. ഞാൻ കേട്ട ഇറങ്ങുമല്ലേ ഞാൻ കുറച്ച് അതൊരു സംസാരം. അതെ പെട്ടെന്ന് കേട്ടാ ഞാൻ പോലെന്നാണ് പറഞ്ഞത്. ചന്ദ്ര എല്ലാരും അങ്ങോട്ട് പോയി. ഏറ്റവും അവസാനമായിട്ട് വിഷയം തന്നെയാണ്. സന്തോഷായില്ലേ? എന്റെ ബർത്ത്ഡേ 2 ദിവസം ആഘോഷിക്കുന്നു. ഈ സാധനം ഇട്ട് കഴിഞ്ഞാല് പോവോ? അതല്ല മറ്റേ ലേറ്റിന്റെ ഇത് ചപ്പാത്തി ചിക്കൻ ബീഫ് വെജിറ്റേറിയൻ ആണ്. അതൊരു പ്ലേറ്റ്. ഹലോ അയ്യോ പറ്റി പറയോ? എനിക്ക് ഐഡി അണ്ണാ ഓ സെറ്റ് ഞാൻ പറയുമ്പോ സാധനമാക്കാൻ വിളിച്ചപ്പോ നീ എവിടെ ഇരുന്ന്? നീ എന്തൊരു ചട്ടിയൊക്കെ ഊരുന്നോണ്ടിരുന്നു. ഡേ ആ പാന്റ് ഡ്രസ് മാറായിരുന്നു. കൊണ്ടുവന്നു പാട്ടുണ്ടോ? അത് സൗണ്ട് കുറച്ചൊക്കെയാണോ? അണ്ണാ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ? കിടിലം വണ്ടി. സോറി ഗൈസ്. ഹലോ ഗൈസ്, തിരിച്ചു വന്നു പിന്തി വന്നിട്ടേ. Sorry guys, sorry. Oh, sorry for the inconvenience. എവിടെ അത് വന്ന് സ്പോണില് വന്ന മറ്റേ സ്പോണ് വന്ന് പോയിട്ടുണ്ടാവും. പോയിട്ടുണ്ടാവും. പെണ്ണിന്റെ അടി പോയി.
ഇത് കഷ്ടപ്പെട്ടോ പിന്നെ കുറച്ചധികം നീന്തായിരുന്നു ഞാൻ കിടന്ന്. ആരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നീന്തായിരുന്നു. ഞാൻ എന്താ തിരക്കേ ഞാൻ സംസ്കാരം തിരിച്ചു നോക്കാൻ ആളില്ലെന്ന്. വന്ന് താങ്ക് യു. ഇല്ല ഫുള്ള് ഇവരാണ് വലിയ പറയല്. ഇല്ല എന്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ചത് മാത്രമേ ഉള്ളൂ, എന്തിനു വേണം ഇതൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു ചെയ്ത് ഇറങ്ങണ. ഫുഡ് വന്നാ പ്രശ്നോ നിങ്ങളെ ഗ്യാങ്ങിന്റെ അല്ലല്ല ഗ്യാങ്ങിന്റെ അല്ല എന്ന് പറഞ്ഞിട്ട് ആളെ ഇക്രമോനെ വന്നിട്ട് എന്തോ ഓക്കെ ഹായ് ബ്രോ. പോയിട്ടോ ബൈ ബൈ. പൈസ അവിടെ ഉണ്ട്. പൈസ പോണില്ലേ? പോകുമ്പോഴേ ഇവിടുന്ന് എല്ലാത്തിനും വിളിച്ചോണ്ട് പച്ചക്കറി മുണ്ടുള്ളവരൊക്കെ പൊക്കോളാൻ പറഞ്ഞോ. അങ്ങോട്ട് പോയി വായിന്ന് പറഞ്ഞാൽ അപ്പൊ അവര് വന്നോളൂ. എല്ലാത്തിനും വിളിച്ചോണ്ട് ഇല്ല പ്രശ്നക്കാരൊക്കെ പോയി പോയിട്ടുണ്ട്. തിരക്ക് അവരുടെ അടുത്ത് പോയിട്ട് വായെന്ന് പറഞ്ഞാൽ എല്ലാരും പൊക്കോളും. ഞാൻ പറയൂല സൗഹൃദം പുലർത്തുമായിരുന്നു. അത് ഇക്രമോനെ തന്താരെന്ന് വെച്ചിരുന്നു. ഇക്രമോനെയും മറ്റേ സൗത്തിനാണോ അതൊക്കെ പോയി നോക്കിട്ട് ഞങ്ങള് എനിക്ക് താല്പര്യമേ ഇല്ല. പ്രശ്നങ്ങൾക്ക് പോകാനേ താല്പര്യമില്ല. അത് നല്ലൊരു ആശയമാരോട് പറഞ്ഞിട്ടുണ്ട്. 4-ാം തീയതി 5-ാം തീയതി വന്നിട്ട് വെച്ചത് ആരാ ഇതൊക്കെ വെക്കുന്നത്? ഇവനാരാ ഇവൻ? നീ ആര്? ഹലോ പാർട്ടിയാ? നീ വിഷയത്തിന് ചെയ്താടാ ഇതുവരെ? ഇന്നലെ വിഷയത്തിന് ഇന്നും കൂടി വിഷയം ചെയ്തെന്ന് പറഞ്ഞതിൽ പറ്റുമോ? ഹാപ്പി ബർത്ത്ഡേ അണ്ണാ. സ്നേപ്പ് 1v4 അടിച്ചെന്നാ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. സ്നേപ്പ് 1v4 എന്തരാടാ 2 ദിവസം ബർത്ത്ഡേ. അതെന്താന്നറിയാമോ? മറ്റേ വർഷത്തിൽ 2 ദിവസമൊക്കെ വെച്ച് സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഓർക്കത്തില്ലടാ അങ്ങനെ ഒരാളുണ്ടെന്ന്. ഇതൊക്കെ നമ്മൾ ഏൺ ചെയ്തെടുക്കാനുള്ള മനസ്സിലായിട്ടിറക്കി. ഇതൊക്കെ ഇങ്ങനെ ആരും വിഷൊക്കെ തന്നിട്ടുണ്ട്. ഇല്ല നീ പറയൂ. ഞാൻ ചെയ്തിട്ടില്ല. നീ വരാതെ എങ്ങനെ തരും വിഷു? എടാ സിറ്റിയില് ഗോഡ് എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ എന്ത് വിഷം തോന്നുന്നു. എന്തൊരു സിറ്റുവേഷൻ പറ്റോ എടാ അതിന്റെ ഇടയില്. അപ്പൊ ഇറങ്ങണം. പോയിട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാത്തിനും. നമ്മുടെ എല്ലാവർക്കും കൂടി പറഞ്ഞേരെ ഒരുപാട്. അവര് പോയാ അവരിവിടെ എവിടെയൊക്കെ തന്നെ കാണും. ഇല്ല ഹലോ സുഗുണൻ അഡ്മിൻ അല്ലായിരുന്നല്ലോ. ഞാൻ സുഗുണന്റെ അടുത്ത് പോയിട്ട് അഡ്മിനാണെന്ന് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞു. ഇനപ്രോപ്രിയേറ്റ് പേരെന്ന് കാണിക്കും. അത് പറ്റില്ല എനിക്ക്. ഓക്കെ താങ്ക് യു ഏട്ടാ. ഹോൾ അഡ്മിൻ ടീം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹലോ ഹാപ്പി ബർത്ത്ഡേ ബിലേറ്റഡ്. എല്ലാവർക്കും താങ്ക്സ് ഏട്ടാ. ഹോൾ ടീം അഡ്മിൻ ടീം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതെങ്ങനെ എന്റെ കയ്യിൽ കിട്ടണേ? ഇത് തരാൻ പറ്റിയ മേടിച്ചു. എടാ എന്തൊരു സിറ്റുവേഷൻ പറ്റോ? എന്തൊരു സിറ്റുവേഷൻ ആയെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുകയല്ലായിരുന്നു. എടാ എന്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതിന്റെ ഇടയില്? എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും റേഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല.